ഏവർക്കും നമസ്കാരം. ആനുവൽ IT പരീക്ഷയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിശോധിക്കാം. ക്രിയേറ്റ് എ റെഗുലർ ഹെക്സഗൺ യൂസിങ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ. താഴെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ഹെക്സഗൺ വരച്ചതിന് ശേഷം അതിൻ്റെ ഏരിയയും അതിൻ്റെ പെരിമീറ്ററും കണ്ടെത്തി അത് എക്സാം 8 എന്ന ഫോൾഡറിൽ, ഹോമിൽ എക്സാം 8 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന ഒരു രൂപത്തിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷനിൽ നിന്നും ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. പിന്നെ നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഗ്രാഫിക്സിലെ ഒരു XY ആക്സിസ് കളയണമെങ്കിൽ ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സിസ് എന്നുള്ള ടിക്ക് കളയാം. അതുപോലെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രിഡ് എന്നുള്ള നമുക്ക് ആവശ്യമെങ്കിൽ അതും കളയാവുന്നതാണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെഗുലർ പോളിഗൺ ആണ്. അത് വെച്ച് ഒരു ഹെക്സഗൺ നിർമ്മിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഹെക്സഗൺ നിർമ്മിക്കുന്നതിനായി ഈ പോളിഗണിൽ നിന്നും റെഗുലർ പോളിഗൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്രയാണ് വെർട്ടെക്സസ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഹെക്സഗൺ ആണ് വേണ്ടത്. 6 എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കാണാം അവിടെ ഒരു ഹെക്സഗൺ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കുന്നതിനായി ഈ ആംഗിൾ എന്നതിൻ്റെ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏരിയ എന്ന് കാണുന്നുണ്ട്. ആ ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏരിയ അവിടെ വരുന്നുണ്ട്. ഇനി വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ വന്നതിന് ശേഷം ഇവിടെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം പെരിമീറ്റർ ഓഫ് പോളിഗൺ 1 എന്നവിടെ വന്നിട്ടുണ്ട്. സേവ് ചെയ്യുന്നതിനായി ഫയൽ, സേവ് ആസ് എടുത്തതിന് ശേഷം ഇവിടെ എക്സാം 8 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എക്സാം 8 ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ, രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൂടെ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ 8A കുട്ടിയാണെങ്കിൽ 8A, റോൾ നമ്പർ 1 _ ക്വസ്റ്റ്യൻ നമ്പർ കൂടെ നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.